ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ്. പിന്നെ രാവിലത്തെ പണിയാണ് ഇന്ന് ട്ടോ. രാവിലത്തെ പണി മാത്രമേ ഉള്ളൂ. ഉച്ചക്കത്തൊന്നും ഇല്ല ട്ടോ. ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് വെള്ളം വെച്ചു. ചായക്ക് വെള്ളം വെച്ച് തിളച്ചു. ഞാൻ പൊടി ഇട്ടു. പിന്നെ പുട്ടാണ്. പിട്ടെന്ന് പറയും, പുട്ടെന്നും പറയും. പുട്ട് നല്ലോണം ഉതിർത്തിയതിന് ശേഷം നമ്മൾ ചുട്ടെടുത്തു. അത് ഓരോരോ സ്റ്റെപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചിക്കനിലേക്കും വരും കേട്ടോ. ചിക്കനല്ല, ചിക്കൻ പാർട്സാണ്. അതിലുള്ള ആ ഒരു വരമ്പ് പോലെ ഉണ്ടല്ലോ, ഒരു കുടൽ, അതൊന്നും എനിക്കിഷ്ടമില്ല. അതൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. അതൊക്കെ ലൂണക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലിതാ നമ്മൾ പാർട്സ് ഇട്ടിട്ടുണ്ട്. മുട്ട ഇട്ടിട്ടില്ല, പാർട്സ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് വലിയുള്ളി 2 തക്കാളി. ഞാൻ കുറച്ച് കറിക്കുള്ള കഷ്ണങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചിക്കൻ 2 മേടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പാർട്സാണ്. അപ്പോൾ അതുകൊണ്ടൊരു കറി രാവിലേക്ക് തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ആ പാർട്സിലേക്കുള്ള കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരോ സ്പൂണിൻ്റെ കണക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരോ വീട്ടിലെ അമ്മമാരും അവരുടെ കൈവാക്കനുസരിച്ചാണ് ചേർക്കാറ്. ഇവിടെ ഞാനും അതുപോലെ തന്നെ സ്പൂണിൻ്റെ കണക്കൊന്നും പറയണില്ല. കുറച്ച് പാർട്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ പാർട്സ് ഒരു കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് കുറച്ച് വലിയുള്ളി 2 ഇട്ടു. കുറച്ച് ഗ്രേവി വേണമല്ലോ, അപ്പോൾ ഉള്ളിയുടെ ക്വാണ്ടിറ്റി കൂട്ടി. ഒരു തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടു കേട്ടോ. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 1/4 ടീസ്പൂണ്. പിന്നെ നമ്മൾ ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, കുരുമുളക് പൊടി എന്നിവ ഇട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് അങ്ങനെ കുഴച്ച് വെക്കും. കുഴച്ചതിന് ശേഷം നമ്മൾ മുട്ട ചേർക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഉടഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ കുരുമുളകിൻ്റെ പൊടി, ഒരുപാടൊന്നും കുരുമുളകിൻ്റെ പൊടി ഞാൻ ചേർക്കണില്ല കേട്ടോ. കാരണം അത്യാവശ്യം പച്ചമുളക് ഇട്ടിട്ടുണ്ട് 2. പിന്നെ മുളക് പൊടിയുണ്ട്. കുട്ടിക്കൊന്നും എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ. ലാലുമോനൊന്നും അധികം എരിവ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അനിതര മോനെ, അപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ കുരുമുളകൊക്കെ. ഇവിടെ എനിക്കൊക്കെ അത്യാവശ്യം എരിവ് വേണം. ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം എരിവിടും. പിന്നെ ഇതാ ഞാൻ ഒരു ചെറിയ ടീസ്പൂണിനാണ് കേട്ടോ ഞാൻ ഇടുന്നത് മുളക് പൊടി. ഇടുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ ഇളക്കുന്ന കയ്യിൽ നിന്നൊന്നും അല്ല ഇടുന്നത് കേട്ടോ ഞാൻ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ലാസ്റ്റ് ഞാൻ കുക്കറിലേക്ക് വെക്കുന്നതിന് മുൻപ് ഇതാക്കി. അപ്പോൾ ചൂടാവണതിന് മുന്നേ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തതല്ലേ, അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഗ്യാസുമ്മേൽ തന്നെ വെച്ചു കേട്ടോ. എന്നിട്ട് മുട്ട ചേർത്തു. മുട്ട ചേർത്തിട്ടാണ് ഞാൻ ഗ്യാസുമ്മൽ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പേടിച്ചു, ഇനി കൈ ചൂടാവുക വെച്ചിട്ടാണ് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് നല്ലോണം ഇളക്കിയത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് വന്നപ്പോൾ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഇതാക്കി. അപ്പോൾ ഉപ്പും പുളി എരിവൊക്കെ നോക്കിയപ്പോൾ പാകമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുക്കറിൽ അത് വെച്ചു. എന്നിട്ട് മുട്ട ചേർത്തിട്ട്, കാരണം മുട്ട ചേർത്തതെന്ന് വെച്ചാൽ നമ്മൾ കുക്കർ മൊത്തമായിട്ട് അടച്ച് വെക്കരുത്. അപ്പോൾ മുട്ട പൊട്ടും. അപ്പോൾ ആംപ്ലേറ്റ് ആയിട്ട് മാറും കേട്ടോ. ഓംപ്ലേറ്റ് എന്നൊക്കെ പല ഭാഷകളും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഗ്യാസ്മ വെച്ചിട്ട് ഒന്നും കൂടെ ഒരു കട്ടി വരും. ഒരു പളുങ്ക് പോലത്തെ സംഭവം ഒന്ന് കട്ടി വരും. ആ കട്ടി വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് വിസിലടിക്കുക. ഒരു 5 വിസിലടിച്ചപ്പോൾ ഞാനത് ഓണാക്കിയിട്ടോ. തുറന്നു. തുറന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തുറന്നപ്പോൾ അധികം വെന്തിട്ടില്ല. വേവാത്തെന്ന് വെച്ചാൽ കക്കാട്ടോ വേവാത്തെ. അപ്പോൾ ആ ഇതുള്ള ടൈറ്റുള്ള, അപ്പോൾ അത് വെന്തിട്ടില്ല. അപ്പോൾ ഒരു 3 വിസിലും കൂടി ഞാൻ അടിച്ചു. വെന്തു. പിന്നെ നമ്മൾ ഇത് പഴയ ഒരു സ്റ്റൈലിലാട്ടോ വെക്കുന്നത്. പഴയ കാലത്ത് അമ്മമാർ ചട്ടിയിൽ എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ട് ലാസ്റ്റ് വറവിടാറാണ്. ഇവിടെ ഞാൻ വറവിടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പാർട്സിൽ തന്നെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ വറവിട്ടിട്ടില്ല. 2 തരം കൂടി വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ കഴിക്കാൻ വേണ്ടി 2 കഷ്ണം പിട്ടെടുത്തു. പാർട്സ് ഉണ്ടായതുകൊണ്ടാണ് 2 കഷ്ണം കേട്ടോ. അവ എടുത്തു. പിന്നെ ലാലുമോനും ഞാനും ജിജിതയും കൂടിയാണ് ചായ കുടിക്കാനിരിക്കുന്നത്. അപ്പോൾ 2-3 മുട്ടകളും എടുത്തു. പിന്നെ ഇവളോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടെടി കറി, രസമുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലാലുമോൻ പറഞ്ഞു വീട്ടിൽ അമ്മ ഉണ്ടാക്കിയാൽ ഇങ്ങനെയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും അതുപോലെ ഒരു ദിവസം വെള്ളപ്പം ഉണ്ടാക്കണമെന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
കുറേ മുന്നേ ഇതേപോലെ ഉത്സവം നിൽക്കാൻ വന്നപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് നാളെ ഒന്ന് വെള്ളപ്പം ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ വീട്ടിലുണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് വല്യമ്മ ഇറച്ചിക്കറി എന്ന് പറഞ്ഞപ്പോൾ. ചില നേരങ്ങളിൽ ഞാൻ ഉണ്ടാക്കിയാൽ ഇപ്പോൾ എത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഉണ്ടാക്കിയാലും ചിലപ്പോൾ അതൊരു ടേസ്റ്റ് തോന്നില്ല കേട്ടോ. അതെല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ നന്നായി എന്നുണ്ടെങ്കിൽ നാളെ നന്നാവണം എന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ലൂണക്കുട്ടിക്ക് വിശക്കാൻ തുടങ്ങി. ഫസ്റ്റ് നമ്മൾ ഓട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുട്ടിക്ക് കൊടുത്തു. രണ്ടാമത് അവൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അവളോട് വവിമോളോട് പറഞ്ഞു ദോശയുടെ മാവുണ്ട്, റിച്ചുവിന് പിട്ട് പറ്റില്ല, അപ്പോൾ പിട്ട് കഴിക്കും പക്ഷെ അന്ന് കഴിച്ചിട്ടില്ല, കൂടുതലായിട്ട് ദോശ ഇഷ്ടം. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ദോശയുടെ മാവ് ഞാൻ റിച്ചുമോനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയുണ്ട്, അതെടുത്തിട്ട് നീ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അവൾ ഉണ്ടാക്കാനൊക്കെ പോയി. പിന്നെ ദോശക്കല്ലിൽ ഇട്ടിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി പിന്നെയും വരും നായക്കുട്ടിയിൽ കളിക്കാൻ. അതിൻ്റെ ഇടയിൽ ഈ നായക്കുട്ടീനെ കുറേ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വാശി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചുമോൻ വന്നു. അങ്ങനെ അവനെ ദേഷ്യം, അപ്പോൾ ഞാൻ ചീത്ത പറയണ്ട, അപ്പോൾ അതൊന്നും ഞാൻ അതിലെടുത്തിട്ടില്ല. കാരണം ചീത്ത പറയണതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കണ ഒരു രീതിയിലൊക്കെ അവൻ കുട്ടീനെ ഇതാക്കൂട്ടാ. കണ്ടില്ലേ കാരണം വെറുതെ അതിനെ ദേഷ്യം പിടിപ്പിക്കും. അവൻ അങ്ങനത്തെ സ്വഭാവമാണ്, വെറുതെ ദേഷ്യം പിടിപ്പിക്കും. അങ്ങനെ എൻ്റെ അടുത്ത് ഒന്ന് വന്നു കേട്ടോ അവനെ കടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. അവർ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ, ആദ്യത്തെ വലിയ ഇതൊന്നുമില്ല. അവന് നമ്മളുമായി ഇണങ്ങി കഴിഞ്ഞപ്പോൾ നല്ലതാട്ടോ, നമുക്ക് സ്നേഹിക്കാൻ തോന്നും നമ്മുടെ മക്കളെ പോലെ തന്നെ. അതൊന്നും എനിക്ക് ഭയങ്കര ഇതൊന്നുമല്ല എനിക്ക്. പക്ഷെ എന്നാലും അകത്ത് മൂത്രം ഒഴിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. മൂത്രം ഒഴിച്ച് അപ്പിയൊന്നും ഇടില്ല, പക്ഷെ മൂത്രം ഒഴിച്ചിരുന്നു ചെറിയ കുട്ടിയാവണ സമയത്ത്. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അത്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, അവൾ ഇപ്പോൾ എല്ലാവരും കൂടെ ഇടങ്ങി നല്ല കുട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ സർക്കസ് കളിക്കുന്ന കണ്ടില്ലേ, ഇതൊക്കെയാണ് അവളുടെ സ്വഭാവം. പിന്നെ ദോശയ്ക്ക് വേണ്ടിയിട്ട് വവിനോട് കുരയ്ക്കുക കേട്ടോ. വവി എന്തൊക്കെയോ പറഞ്ഞു, അപ്പോൾ അവളോട് സിറ്റെന്ന് പറയുന്നുണ്ട്, ഒതുങ്ങി നിൽക്കുമെന്ന് പറയുന്നുണ്ട്, ഒന്നും കേൾക്കണില്ല, ഭയങ്കര കുര. അപ്പോൾ കുര കൂടുതലായപ്പോൾ ഞാൻ സൗണ്ട് കളഞ്ഞാണ് കേട്ടോ. ഇനി നിങ്ങൾക്കും കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടും ശല്യം വേണ്ട വെച്ചിട്ട് ഞാൻ സൗണ്ട് കുറച്ചതാണ്. അപ്പോൾ ദോശ ഞാൻ പറഞ്ഞു വവിനോട് ദോശ ചുട്ടുകൂടെ, അപ്പോൾ ദോശ ഇട്ട് വന്നതാണ് അവളിട്ട. അപ്പോൾ ഈ ദോശയുടെ ചൂട് കാരണം അവൾക്കത് ഊതിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെ ഈ ലൂണയ്ക്ക് തീരെ സഹിക്കാൻ പറ്റില്ല, കൊതി മൂത്തിട്ട് അവൾക്കത് കഴിക്കാൻ തന്നെ വാശി. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്, അവളാണ് ഇട്ട് കൊടുക്കലും കഴിഞ്ഞു. അത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നിലത്ത് കിടന്നിട്ട് ഇങ്ങോട്ട് അവൾക്ക് എന്തൊക്കെ ചെയ്യണമെന്നില്ല, വായിന്ന് വീഴണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആളാണ് ഇവള്. പിന്നെ ഇപ്പം അതിൻ്റെ ഒച്ച, വണ്ടിയുടെ ഒച്ച കാരണം ഇവൾ പേടിക്കും കേട്ടോ, ഭയങ്കര പേടിത്തൂറിയ. അങ്ങനെ ബബി ദോശ ഊതി കൊടുക്കാത്ത കാരണം കൊത്തി പിടിച്ച് കയറും. അപ്പം നഖം വലുതായിട്ടുണ്ടേ. അപ്പോൾ ബബിയമ്മോളെ കാലുമ്മൽ സിൽക്കിൻ്റെ തുണി, അതുകൊണ്ട് വേഗം ഒരു വേദന വരുമല്ലോ നഖം തട്ടുമ്പോൾ. അപ്പോൾ അവൾ പറയണ്ട അയ്യോ കാല് ഭയങ്കര വേദന ഉണ്ട്, എടി ചാടല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ദോശ തരാമെന്നപ്പോൾ ഞാൻ ഇട്ട് കൊടുത്താളാ കഴിച്ചോട്ടെ, വെറുതെ മാന്തൽ കൊള്ളണ്ടല്ലോ എന്ന് പറഞ്ഞു. കടിക്കൊന്നുമില്ല കേട്ടോ. അപ്പം എല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ സച്ചുമോനെന്നെ എന്തെങ്കിലുമൊക്കെ നോക്കാത്തതിനെ പറ്റിയിട്ടൊക്കെ ഇവളെ പറ്റിയൊക്കെ പറയും, വിൽക്കണം, മതി നോക്കിയത് എന്നോ അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളെ മനുഷ്യന്മാരെ മാതിരി തന്നെ ഇവർ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവന് എൻ്റെ അനിയത്തിയുടെ വീട്ടിലൊരു നിന്ന് വന്നിട്ട് മൂത്രം ഒഴിക്കണേനും അപ്പിട്ടേനൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ പിന്നെ പാവാട അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ അവന് സഹതാപം തോന്നിയിട്ടാ. അവൻ ഇവളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ലൂണക്കുട്ടി എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഭർത്താക്കന്മാർ സുഖിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ കാണാമല്ലോ നമ്മളിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് തെറ്റി നിൽക്കണ മാതിരി കാണിക്കില്ല, അതുപോലെ കാണിക്കട്ടാ. അപ്പം അപ്പുറത്ത് ലൂണമോളെ അപ്പത്തെ തലയിൽ ഈ സൈഡിക്ക് ഇടത്തോട്ടുള്ളത് വലത്തോട്ടേക്ക് തിരിച്ചു വെച്ചിട്ടാ. അപ്പം ഇടത്തോട്ടുള്ളത് വലത്തോട്ട് ചെയ്തപ്പോൾ വലത്തോട്ട് വെച്ചിട്ടോ. അപ്പോൾ സച്ചുമോൻ വന്നപ്പോൾ ഇവളെ തൊട്ടുയാൻ നിന്നപ്പോൾ കൈ കൊണ്ട് അവൻ്റെ കൈ തൊട്ടുക. അപ്പം നമ്മൾ മനുഷ്യന്മാർ ചെയ്യണ മാതിരി തന്നെയാണ് ഇവരും ചെയ്യണത്. അപ്പം എന്താ സംഭവിച്ചാൽ ഇവർക്ക് നമ്മളെ മനുഷ്യന്മാരെ പാകത്തിൽ കൊണ്ടിട്ട് കൊടുത്താളോ സ്നേഹിക്കാനും പറ്റും എന്ന് എനിക്ക് മനസ്സിലായിട്ട് പറഞ്ഞ് ഭയങ്കര കാര്യം. പക്ഷേ എന്താ പറയുക, അപ്പം അങ്ങനെ അവനോട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാണ് കേട്ടോ. ഇപ്പോഴല്ല, കുറച്ച് മുന്നേ ആയിട്ട്. എല്ലാം മനസ്സിലാവുമെന്ന് അറിയാൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ചാടുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലൂണക്കുട്ടി അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. ഞാനും
എന്താ പറയുക ഡാലുമോനും ജിയും ഒക്കെ കൂടി ചായ കുടിച്ചു. പിന്നെ പതിമൂന്ന് പേരൊക്കെ വന്ന് കുടിച്ചപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേറെ ഓരോരോ പണികളായിട്ട് ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞു. പിന്നെ റിച്ചുമോനെ നീപ്പിച്ചു, പല്ലേപ്പിച്ചു, കുളിപ്പിച്ചു. അതൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഒരാൾ വീട് എടുത്തു തരാനായാലും ജിതണ്ടാകുമ്പോൾ ജിത കുറേ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അല്ലാത്തപ്പോൾ ഇവരൊന്നും ഞാൻ നീക്കണ നേരത്തെ ഇവർ നീക്കാത്തതുകൊണ്ട് എടുക്കാൻ ഒരാളുണ്ടാവില്ല. അപ്പോൾ സ്കൂളും മാറ്റിക്കൊന്നും പിടിക്കുന്നതും ഒക്കെ ഒന്ന് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനാണ് വണ്ടി കയറ്റി വെച്ച് കൊടുക്കാറ്. വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോസിൻ്റെ മോന് പേരക്കുട്ടീനെ പറഞ്ഞിട്ട് അവൻ ഗേറ്റൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ അവൻ പോയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ സസ്പെൻസ്, ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് ഒരു വഴിക്കെന്ന് പറഞ്ഞില്ലേ, അവിടേക്കാണ് പോണത് കേട്ടോ. അതായത് നമ്മളുടെ നിള ആരതി കാണാൻ പോവുകയാണ്. അതായത് നമ്മുടെ തിരുനാവായ പുണ്യതീർത്ഥമായ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ പുണ്യ സ്ഥലത്തിലേക്ക് നമ്മളും ഒരു ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളവർ പറയുന്നുണ്ട്. പോലും നമ്മുടെ നാട്ടിലെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് വന്നു എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ വന്ന് കാണുകയും കോടിക്കണക്കിന് ആളുകൾ വന്ന് പോകുന്നുണ്ട് അല്ലേ. നമ്മൾ ബലിയിടാൻ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കൊല്ലങ്ങളോളമുള്ള ഒരു വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പറയുന്നത് നമുക്ക് കൂടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഞാനും വിചാരിച്ചു ഞങ്ങൾ പോയി. അപ്പോൾ നടക്കാൻ പറ്റുന്നില്ല, കാരണം കൂടിയല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാലുവേദന നമ്മളങ്ങനെ നടക്കാത്ത ബുദ്ധിമുട്ടാണ്. എന്ന് പറയാൻ അത്രയ്ക്ക് ജനങ്ങൾ അത്രയും ഉള്ള സ്ഥലത്ത് അവരുടെ കാര്യം ഞങ്ങളോട് ഇന്ന് വൈകിട്ട് 6:30 മുതൽ കാട്ടുമാടന്റെ കാർമ്മികത്വത്തിൽ എന്നാലും കുറേയൊക്കെ ഞങ്ങൾക്ക് കേരളത്തിന്റെ തനത് പൂജാ പദ്ധതിയാണ് ചതുർഭുജ ശുക്രപ്രസാദിയാണ് ചാതൻ. മുന്നിൽ വരുന്നവനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ചരിത്രം. ആഗ്രഹങ്ങളെല്ലാം മുക്കാൽ മണിക്കൂർ എന്താ സംഭവം വെച്ചാൽ അച്ഛന് കാലിനൊക്കെ ഭയങ്കര വേദന സ്ഥലത്തില്ലേ അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാല് നീട്ടിയിരിക്കാൻ കാല് നീട്ടാൻ സാരം. പിന്നെ വയസ്സന്മാർക്ക് ഇതിലൊരു ഇരിപ്പിടം അവർ തയ്യാറാക്കി കൊടുക്കുകയായിരുന്നെങ്കിൽ അതൊരു ഉപകാരം. പക്ഷേ അത്രയും ജനങ്ങളുടെ അത്രയും മണ്ണ് കൂടിയുള്ള സ്ഥലത്തേക്ക് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. 7:45 ഞങ്ങൾ പോയിട്ടാണ്. പോരുന്ന വഴി ഞങ്ങൾ കുറച്ച് ചായയൊക്കെ കുടിച്ചു. പൂളയും ചിക്കനും കൂടി ചെയ്യും, അങ്ങനെയുള്ള പൂള മക്രോണിയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ പൂള മക്രോണി അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ അതൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നു. അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് പിന്നെ അനിയത്തി പോയിട്ട് അവൾ ഞങ്ങൾ ഇങ്ങോട്ടും പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ
നമസ്തേ ശ്രീഗംഗാദിപ്യേ നമഃ ധ്യാനാർത്ഥേ സർവം ധ്യാനാർത്ഥേ ഗംഗാചതുഷ്പാണിം സമർപ്പയാമി ഏതാനി വാദ്യമർഘ്യമുപയാസ്മന്യം സർവാണ്യേ സുസ്വാനിയം ജലം സമർപ്പയാമി അദർപ്പയ സ്നാനമാ അത് കാരണം വെള്ളം കിടക്കുന്നുണ്ടല്ലേ ഈ ഒരു കാല് വെച്ചിട്ട് എങ്ങനെയാ അങ്ങനെയൊക്കെ നമ്മളിതാ പോരാൻ നിൽക്കുകയാണ്. അത്രയും നല്ല സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോരുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ വീഡിയോസും കാണുക. അവിടെ